ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സന്തോഷപൂർവം കണ്ടുമുട്ടണം എന്ന നിയ്യത്തോടുകൂടി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പകർത്തി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ മാസം വളരെ വേഗം നമ്മിൽ നിന്നും യാത്ര ചോദിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിലോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മോട് ചോദിക്കേണ്ട വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അതിലൊരു ചോദ്യം, ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മൾക്ക് മാറ്റത്തിന് കാരണമായോ എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ 11 മാസത്തെ അപേക്ഷിച്ച് വലിയ ഇബാദത്തുകളിലും അതോടൊപ്പമുള്ള കർമ്മങ്ങളിലും നല്ല മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം ആത്മാർത്ഥപരമാണ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത് നമ്മളോട് ചോദിക്കേണ്ട പ്രസക്തമായൊരു ചോദ്യം. രണ്ടാമത്തൊരു ചോദ്യം, ഈ ഒരു മാസം കൊണ്ട് നേടിയെടുത്ത ആത്മവിശുദ്ധിയും തഖ്വയും ഇനി അങ്ങോട്ട് അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് വരുന്നത് വരെ, അള്ളാഹു തആല തിരിച്ചു വിളിക്കുന്ന സമയം വരെ കൊണ്ടുപോകാൻ, ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സ്വാധീനിക്കുന്ന, ജീവിതത്തിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്ന
ഒരു മാസമാണോ എന്നിൽ നിന്നും വിട പറയുന്നത് എന്ന പ്രസക്തമായ രണ്ടാമത്തൊരു ചോദ്യം. സത്യത്തിൽ എന്തിനായിരുന്നു റമദാൻ? നമ്മൾ കുറെ ആളുകൾ പട്ടിണി കിടക്കണം, അവരുടെ കാലിയായ വയറൊന്ന് റബ്ബിന് കാണണം, ഭക്ഷണം കഴിക്കാത്ത അവന്റെ വായ്ഗന്ധം അള്ളാഹുവിന് അനുഭവിക്കണം, പള്ളികളൊക്കെ ഒന്ന് സജീവമാകണം, അന്ന് വരെ പള്ളിക്ക് ജമാഅത്തിന് വരാത്തവരൊക്കൊന്ന് പള്ളിയിൽ വരണം. ഇതൊക്കെയായിരുന്നു റമദാനിന്റെ ഉദ്ദേശം. എന്തിനായിരുന്നു റമദാൻ എന്ന ചോദ്യത്തിന് എളുപ്പം ബോധ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം പറയാറുണ്ട്. ഒരിക്കൽ അന്യദേശക്കാരായ രണ്ട് ആളുകൾ അള്ളാഹുവിന്റെ തിരുദൂതന്റെ അരികിൽ വന്നു. രണ്ടുപേരും റസൂലുള്ളാന്റെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. വർഷങ്ങളോളം തിരുദൂതന്റെ കൂടെ ജീവിച്ച ആ കൂട്ടരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പിന്നീട് ഒരു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതേ മനുഷ്യന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ വ്യക്തി സാധാരണ നിലക്ക് മരണപ്പെടുന്നതും. ഈ രണ്ടു പേരെയും കുറിച്ച് നാട്ടിലുള്ള പലർക്കുമുള്ള ധാരണ, ആദ്യം ഷഹീദായി മരിച്ചവൻ സ്വർഗത്തില, കാരണം ഷഹീദ. രണ്ടാമത്തെ വ്യക്തി അതിനുശേഷം ഒരു കൊല്ലം കൂടി ജീവിക്കാൻ അവസരം കിട്ടി, സാധാരണ നിലക്ക് മരണപ്പെട്ടവനാ, അവനും സ്വർഗത്തിലായിരിക്കും, പക്ഷേ ഷഹീദിന്റെ കൂലി ഉണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ ഷഹീദായവനേക്കാൾ മുൻപ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു വർഷം ജീവിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആ സ്വപ്നവുമായി തിരുദൂതന്റെ അരികിൽ വന്ന് അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താ കാരണം? സത്യത്തിൽ ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ കയറേണ്ടത്? അദ്ദേഹത്തിന്റെ മുൻപേ മറ്റവൻ സ്വർഗത്തിൽ കയറിയിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ടാ തിരുദൂതരെ എന്ന് ചോദിച്ചപ്പോ പുഞ്ചിരിയോടെ അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി, അവന് ഒരു വർഷത്തേക്കു കൂടി നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഷഹീദായവനേക്കാൾ ഒരു കൊല്ലം അവൻ അധികം കിട്ടിയപ്പോ ആ ഒരു വർഷം കൂടി അവന് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടി എന്ന കാരണം കൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഷഹീദിനേക്കാൾ മുൻപ് പ്രവേശിക്കാനുള്ള കാരണം എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം അബൂ ഉസൈമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രവും പലപ്പോഴും തിരുദൂതന്റെ അരികിൽ വന്ന് അദ്ദേഹം പറയും, റസൂലേ, ഞാൻ ഷഹീദാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം. പക്ഷെ പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറയും, സൈമ, താങ്കൾ യുദ്ധക്കളത്തിൽ വീണ്ടും ജീവിക്കുകയും വേണം, ഗനീമത്ത് യുദ്ധസ്വത്ത് താങ്കൾക്ക് കിട്ടുകയും വേണം. 3 തവണയായി റസൂലുള്ള അത് പ്രാർത്ഥിച്ചപ്പോ ഉസൈമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അതെന്തുകൊണ്ടാ? എനിക്ക് ഷഹീദിന്റെ കൂലി വേണ്ടേ? പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, സൈമ, താങ്കൾക്ക് ഒരു വർഷത്തെ നോമ്പ് കൂടി അധികം ലഭിക്കും, താങ്കൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ആ പരിശുദ്ധമാക്കപ്പെട്ട 28 ദിനങ്ങളാണ്, 27 ദിനങ്ങളിലേക്കാണ് ഇന്ന് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതൊരു നോമ്പിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലോകത്ത് നിന്നും തിരിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോ പാപമുക്തമായ, കറയില്ലാത്ത, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ സാധിക്കുന്ന തഖ്വയുണ്ടാവുക, ഹൃദയവിശുദ്ധി ഉണ്ടാവുക എന്നതാണ് റമദാൻ കൊണ്ട് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ഇരിക്കുന്ന നമ്മളിൽ ആര് മരണപ്പെട്ടാലും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ കുടുംബക്കാരുണ്ടാകും. വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാകുന്ന ഭാര്യമാരുണ്ടായേക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടെ നിന്നവരുണ്ടാകും. ഇനി അതല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ചവരുണ്ടാകും, സുഹൃത്തുക്കളുടെ. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മറക്കുള്ളിൽ കൊണ്ടുപോയി എത്രത്തോളം വൃത്തിയായി നമ്മളെ കുളിപ്പിക്കാൻ സാധിക്കുമോ അത് ബന്ധുക്കൾ നമ്മളെ കുളിപ്പിക്കും. വലതു ഭാഗത്ത് വെള്ളമൊഴിക്കും, ഇടതു ഭാഗത്ത് വെള്ളമൊഴിക്കും, ഒന്നാകെ വെള്ളമൊഴിക്കും.
മുടികൾക്കിടയിൽ പോലും വിരലുകളിട്ട് ഓരോ രോമത്തിന്റെ അടിയിലേക്കും വെള്ളം എത്തിക്കും. എന്തിനേറെ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി വിസർജിക്കാനുള്ള വിസർജ്യങ്ങൾ മലം പോലും അറപ്പില്ലാതെ അവര് വാരി നമ്മളെ ശരീരത്തെ വൃത്തിയാക്കി തരും. 3 വെള്ളത്തുണിയിൽ 5 വെള്ളത്തുണിയിൽ അവസാനത്തെ കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്കും പള്ളിയുടെ 1ാമത്തെ സെഫിലും കൊണ്ടുവെക്കുമ്പോ പ്രത്യേകം ഒരു സ്മെല്ല്, സുഗന്ധം ആ ശരീരത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കാറുണ്ട്. ആ ശരീരം കാണുമ്പോൾ നമ്മൾ ഉറപ്പാ വളരെ വൃത്തിയായിട്ട് അത് കുളിപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആ മയ്യത്ത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? ആ ശരീരം വൃത്തിയായിട്ട് ഒരാൾക്ക് കുളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള, നെഞ്ചിന്റെ ഉള്ളിലുള്ള കൽബ് അത് കഴുകാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും. അവരെ ഞാൻ നരകത്തിലേക്ക് വിടില്ല. എനിക്കിഷ്ടപ്പെട്ട പലരുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും. എത്രയേറെ മയ്യത്ത് കുളിപ്പിച്ചാലും മാംസത്തിന്റെ ഉള്ളിൽ പൊതിയപ്പെട്ട ആ കൽബ് നമുക്ക് കളയാൻ, കഴുകാൻ അള്ളാഹു അവസരം തന്നിട്ടില്ലെങ്കിൽ ആ കൽബ് കഴുകാൻ റബ്ബ് നിശ്ചയിച്ച അതിഥിയായിരുന്നു പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ആ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും കുത്തിബ അലൈക്കുമുസ്സിയാമു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ കൽബ് കളയാൻ, നിങ്ങളുടെ കൽബ് ക്ലിയർ ആക്കാൻ അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. കൽബിനെ ആര് നന്നാക്കിയോ അവൻ രക്ഷപ്പെടും, കൽബിനെ ആര് ചീത്തയാക്കിയോ അവൻ പരാജയപ്പെടും. കൽബെന്ന റബ്ബിന്റെ മഹാ അനുഗ്രഹത്തെ ഇബാദത്തുകളെ കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും ഖുർആനിക പാരായണങ്ങളെ കൊണ്ടും പിശാചുക്കൾ ബന്ധിക്കപ്പെട്ട ചങ്ങലകളിലുള്ള സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഒരു മാസത്തിലെ 27 ദിനങ്ങൾ ഇന്ന് നമ്മളോട് യാത്ര ചോദിക്കാനിരിക്കുകയാണ്. അതിൽ എത്ര പേർ ആ കൽബ് കഴുകിയവരുണ്ട്? എത്ര പേരുടെ ഹൃദയത്തിന്റെ കറകൾ നാഥന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് കരയാൻ പറ്റിയവരുണ്ട്? 27 ദിവസത്തിന്റെ പകുതി ദിനത്തോടടുത്ത ഇന്ന് ഈ സെക്കൻഡ് വരെ കണ്ണു നിറഞ്ഞ് ഹൃദയം നുറുങ്ങി തന്റെ റബ്ബിനോട് കരയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് നമ്മളെ ഉണ്ടാകൂ. ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാകൂ. നമുക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ, നമുക്ക് വേണ്ടി ഒന്ന് പടച്ച റബ്ബിനോട് ശുപാർശ പറയാൻ. റമളാനും ഓതിയ ഖുർആനുമല്ലാത്തതൊന്നും നിങ്ങൾക്ക് പരലോകത്തേക്ക് വരില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യാത്രക്കൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളും. ഏത് നിമിഷവും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകേണ്ടവർ. കഴിഞ്ഞ റമളാനിൽ ഈ സീറ്റുകളിൽ ഇരുന്ന പലരും ഇന്ന് ഈ റമളാനിൽ ഈ കൂട്ടത്തിലില്ല. ഒരു പക്ഷേ ആഫിയത്തുണ്ടാവില്ല, ആരോഗ്യം പോയിട്ടുണ്ടാവും, ഒരു പക്ഷേ ജീവിതം പോയിട്ടുണ്ടാവും, കണ്ണും പറമ്പിന്റെ മണ്ണിനടിയിലായിരിക്കും. നാളെ 28ാമത്തെ നോമ്പിന് നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനും പറ്റാത്ത ലോകം. അടുത്ത റമളാനിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റാത്തൊരു ലോകം. അത്രയേറെ മരണം എന്റെയും നിങ്ങളുടെയും അടുത്തുണ്ട്. ആ മരണം നമ്മളെ കൊണ്ടുപോകുമ്പോ നാഥന്റെ അരികിൽ റയ്യാൻ എന്ന സ്വർഗ കവാടം തുറന്ന് റബ്ബ് നമുക്ക് കാത്തിരിക്കണമെങ്കിൽ കൽബ് ശുദ്ധമായി നാഥനെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു മരണത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം. അതിനാ റമളാൻ. അല്ലാതെ തിന്നാനും കുടിക്കാനും കരിക്കാനും പൊരിക്കാനും എന്നത് മാത്രമാക്കി ചുരുക്കിയവർക്ക് റമളാൻ അവസാനിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും. അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചതും, സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഒരാൾക്കും നിങ്ങൾ തുണയുണ്ടാവില്ല. തോളിൽ കൈയിട്ടവൻ, വാഹനത്തിന്റെ പിന്നിൽ കയറ്റിയവൻ, പതുക്കെ ആളറിയാണ്ട് പുറത്തേക്കിറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയവൻ ആരും നിങ്ങളുടെ കൂടെയുണ്ടാവില്ല. ടോർച്ചടിച്ച് മുന്നിൽ നടന്നിട്ടും തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഭർത്താക്കന്മാർ, കൂടെ വരണേ എന്ന് പറഞ്ഞിട്ടും കൂടെ പോരാത്ത ഭാര്യമാര്, മക്കളെ പള്ളിയിൽ ഉണ്ടാവണം എന്ന് വാപ്പയും ഉമ്മയും ആവശ്യപ്പെട്ടിട്ടും തെരുവോരങ്ങളിലും റോട്ടുകളിലും അലഞ്ഞവർ, അവരോടൊക്കെ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കുടുംബക്കാരനും ഒരു ഉറ്റ ബന്ധുവും മറ്റൊരാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. അന്ന് നിങ്ങൾ പരസ്പരം കാണും. പിഴപ്പിച്ചവർ, നശിപ്പിച്ചവർ, കൂട്ടിക്കൊണ്ടുപോയവർ, ത്യാഗത്തോടുകൂടി നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചിട്ടും
കൊതറിമാറിയവർ അന്നവര് പരസ്പരം കാണും. ഇന്ന് സമ്മേളിച്ച മൈതാനം പോലെ, ഇന്ന് സമ്മേളിച്ച ബീച്ച് പറമ്പ് പോലെ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു, അക്രമികളെ നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു ദിനം വരാനുണ്ട്. അന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കും പകരം തരാമെന്ന്. ലൗ യഫ്തദി, നിനക്ക് ഞാൻ പകരം തരാൻ റബ്ബേ. നോമ്പ് കള ഉള്ളവന് ഫിദിയ കൊടുത്താ മതി, അത് ഫിദിയ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഇസ്ലാമിൽ ഫിദിയകളുണ്ട് എങ്കിൽ ആഖിറത്തിലെത്തുമ്പോ ഓരോരുത്തരും റബ്ബിനോട് പറയും ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ, ഇന്നത്തെ ഈ വേദനാജനകമായ ദിനത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ബിബനി, എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും. വസ്വാഹിബതിഹി, കൂടെ കൂടിയ പെണ്ണിനെ ഞാൻ നിനക്ക് തരും. വഅഖി, എന്റെ രക്തബന്ധുക്കളെ ഞാൻ നിനക്ക് തരും. വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എന്തും നിനക്ക് ഞാൻ തരും. സുമ്മ യുൻജി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് കണ്ണുനീരോടെ ആർത്തട്ടഹസിച്ച് കരയുന്ന ഒരു മഹ്ശറ ലോകം എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ എത്തും. എന്റെ ശബ്ദം കേൾക്കാൻ സത്യതയുണ്ടെങ്കില് രണ്ടെല്ലുകൾക്കിടയിലുള്ള ഒരു വേദനം, ഒരു മാംസകഷണത്തെ കൊണ്ട് സംസാരമെന്ന ശബ്ദമെന്ന മഹാസൗഭാഗ്യം പടച്ച റബ്ബ് നമ്മുടെ ചെവികളിൽ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആ സംസാരത്തിന്റെ ശബ്ദമല്ലാതെ ആ ശബ്ദം കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, യുബസ്സറൂനഹും, നിങ്ങൾ അറിയും ആ ഒരു ലോകത്തെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ അന്ന് രക്ഷപ്പെടാൻ വാവിട്ട് കരയുന്ന മനുഷ്യരോട് അള്ളാഹു തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ ഹൃദയത്തിന്റെ നന്മക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, നിങ്ങൾ അല്ലാഹനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അല്ലാഹനെ മനസ്സിലോർത്ത് ചെയ്തിട്ടില്ല. കേവലം യാന്ത്രികമായി കുടുംബക്കാര് ചെയ്യുമ്പോ, നാട്ടുകാര് ചെയ്യുമ്പോ അതങ്ങനെ ചെയ്തു പോയി എന്നല്ലാതെ നിങ്ങളെ കൽബ് കീഴടക്കിയിട്ടില്ല. കൽബ് കീഴടക്കിയിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങളെ കൽബ് അല്ലാഹുവിനേറെ ഇഷ്ടപ്പെടും. ആ കൽബിന്റെ ശുദ്ധീകരണമായിരുന്നു റമദാൻ. 27 ദിവസത്തിന്റെ ഇടയ്ക്ക് സ്വന്തം കൽബൊന്ന് നന്നായി, ഒരുപാട് കറ ഞാൻ പടച്ചോന്റെ അടുത്ത് നിന്ന് കഴുകിക്കളഞ്ഞു, ആ കൽബിൽ ഇനിയൊരു കറ ഞാൻ വരുത്തില്ല എന്നൊരു നിയ്യത്ത്, ആവേശ നിയ്യത്ത് മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ, വരാനിരിക്കുന്ന 2 ദിനങ്ങളെങ്കിലും എനിക്കൊന്ന് ഉപയോഗപ്പെടുത്തണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമ്മളെ വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട്. അവരെ പറ്റി ആ റസൂൽ ഓർമ്മപ്പെടുത്തിയതും എത്രയെത്ര നോമ്പുകാരാ പട്ടിണി മാത്രം ബാക്കിയായവർ, എത്രയെത്ര നോമ്പുകാരാ വിശപ്പുമായി അള്ളാനെ കണ്ടുമുട്ടുന്നവർ, ഒന്നും കിട്ടാതെ പട്ടിണിയും വിശപ്പും കൊണ്ട് മാത്രം നോമ്പിനെ അള്ളാന്റെ മുൻപിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ റമദാനിന്റെ അവസാന ദിനങ്ങളിൽ ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. ആ റമദാൻ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കിട്ടിയപ്പോ കൂടെ റബ്ബ് കൂട്ടത്തിൽ ഒരു അതിഥിയെയും കൂടി പറഞ്ഞയച്ചു, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിക ആയത്തുകൾ ഒരു മനസ്സിന്റെ എല്ലാ പിടച്ചിലുകൾക്കുമുള്ള മരുന്നാണെന്ന് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ പിടച്ചിലുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് മരുന്ന് വേണോ? അത് അല്ലാഹുവിന്റെ കലാമ, റബ്ബിന്റെ ഖുർആന. ആ ഖുർആൻ എന്ന അതിഥിയെ ഒന്ന് കൺകുളിർക്ക കണ്ടിട്ടുണ്ടോ? 114 സൂറത്തുകൾ, 114 സൂറത്തുകളിലെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ ഇല്ല. ബഖറ പോലും തികച്ചു കാണാത്തവരുണ്ട്, ഒരു ജുസു പോലും തികച്ചു കാണാത്തവരുണ്ട്. ഖുർആൻ എന്ന അതിഥിയെ നെഞ്ചോട് ചേർക്കാൻ പറ്റാതായി പോയവരുണ്ട്. ദാനധർമ്മത്തിന്റെ മാസം, സമ്പത്തുകൾ ശുദ്ധീകരിക്കപ്പെടാൻ അള്ളാഹു നൽകുന്ന സമ്പത്തുകളെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്ത് ഉള്ളറിഞ്ഞ് പാവപ്പെട്ടവന്റെ വിലയറിയാൻ, അവന്റെ വിശപ്പിന്റെ വേദന അറിയാൻ അള്ളാഹു നിശ്ചയിച്ച മാസം കൊടുത്തിട്ടുണ്ട്. പലരും ഉള്ളറിഞ്ഞ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കൊടുക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഉള്ളവര് കൊടുക്കട്ടെ എന്നൊരു ചിന്തയോടെ സ്വന്തം സമ്പത്തുകളെ ശുദ്ധീകരിക്കാൻ സാധിക്കാതായി പോയവര് നമ്മളൊക്കെ ഇന്ന് കൊടുത്തവര് തന്നെ ഇനി 11 മാസത്തിലും അവകാശികൾ തന്നെയാ. അതിൽ കൂടുതൽ പേരും ഈ ഒരു മാസം കൊടുത്തവര് പിന്നീട് കൊടുക്കുന്നിടത്ത് മാറി നിന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്ന അതൊരിക്കലും ആത്മാർത്ഥ വിശ്വാസമാണെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നില്ല. ഉള്ളപ്പോഴും കൊടുക്കണം, ഇല്ലാത്ത സമയത്തും കൊടുക്കണം. എല്ലാവരും കൊടുത്തു, എല്ലാവരും കൊടുക്കുന്നത് കൊണ്ട് ഞാനും കൊടുത്തു എന്നൊരു മനോഭാവമല്ല. മതത്തെ വ്യാജമാക്കുന്നവർ ഇങ്ങനെയൊരു മാസം മാത്രം കൊടുക്കുന്നവരും പിന്നെ തീരെ കൊടുക്കാത്തവരും
കിട്ടാൻ വേണ്ടി മാത്രം കൈനീട്ടുന്നവരുമാ. അതാ റബ്ബ് പഠിപ്പിച്ചതും മതത്തെ വ്യാജമാക്കുന്നവർ, മതത്തെ കളവാക്കുന്നവർ, ഈ അഭിനയമൊക്കെ അവസാനിക്കുന്ന ഒരു ദിനത്ത് അള്ളാഹ് കാണിച്ചു തരും. നീ വലിയ കള്ളനായിരുന്നു, നീ വലിയ അഭിനയശാലിയായിരുന്നു, നീ മതത്തെ കളവാക്കിയവനാ. കാരണം നീ മതത്തെ കളവാക്കാൻ തെരഞ്ഞെടുത്തത് യതീമുകളെ പരിഗണിച്ചില്ല, സാധുക്കൾക്ക് നീ ഒന്നും കൊടുത്തില്ല. പിന്നെന്തേ റമദാനിൽ വാരിക്കോരി കൊടുത്തത്? അതൊരു പ്രത്യേക ഈമാന്, ഒരു പ്രത്യേകമായിട്ട് കിട്ടണം, അമ്മാസം തന്നെ കിട്ടണം എന്നൊരു മനോഭാവത്തിലേക്ക് മാറാൻ പാടില്ല. ഈ ലോകത്ത് ഏറ്റവും മധുരം വിശപ്പിനാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? നോമ്പിന്റെ പകലുകളിൽ ഏതെങ്കിലും സ്റ്റാളുകളിൽ ചെല്ലുമ്പോ, ഫ്രൂട്ട്സിന്റെ സ്റ്റാളുകൾ കാണുമ്പോ മനസ്സിൽ നമ്മൾ കൊതിക്കാറുണ്ട്, ഒരു വത്തക്ക ഒന്നാകെ തിന്നണം, ഒരു കിലോ മുന്തിരി ഒന്നാകെ തിന്നണം. പക്ഷേ ഭക്ഷണത്തിന്റെ ആ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തുന്നതോടുകൂടി മോഹങ്ങൾ അവസാനിക്കും, മധുരങ്ങൾ അവസാനിക്കും. ഒന്നാകെ തിന്നണമെന്ന് ആഗ്രഹിച്ചവന് ഒരു കഷണം പോലും എടുക്കാൻ പറ്റാതാകുന്നുണ്ടെങ്കിൽ വിശപ്പിനാ മനുഷ്യരെ രുചി, വിശപ്പിനാ മധുരം. ആ വിശപ്പിന്റെ മധുരം അള്ളാഹ് നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിക്കുകയാ. ഇപ്പോഴും സുഡാനികൾ ഒട്ടകത്തിന്റെ ചാണകം തിന്നുകയാ. ഇപ്പോഴും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലും മേഖലകളിലും 3 കോടി പട്ടിണിക്കാര് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാ. ഇപ്പോഴും കേരളത്തിന്റെ പല ഓരങ്ങളിലും പട്ടിണിയുടെ അറുതി കൊണ്ട് അന്യന്റെ കുടത്തിൽ കയറി മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞൊരു വാക്കില്ലേ, ആരെങ്കിലും മോഷണം നടത്തിയാൽ മോഷ്ടിച്ചവന്റെ കൈ ഞാൻ വിട്ടും. ഇനി അവൻ മോഷ്ടിച്ചത് ഭക്ഷണമാണെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരിയുടെ കൈയായിരിക്കും ഞാൻ വെട്ടുക എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പല കുടുംബത്തിലും അറുതിയ, ദുരിതമാ, പട്ടിണിയ, സുക്കേടിന്റെ പരീക്ഷണങ്ങളാ. ഇതൊക്കെ അറിയാൻ ഈ മാസം നമ്മളെ കാരണക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്ന വലിയൊരു സമ്പാദ്യമാ. നടന്നു പോകുന്നവന് കിട്ടുന്ന വാഹനമാ റമദാൻ, നടന്നു നീങ്ങുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന വാഹനമാ റമദാൻ. ആ വാഹനത്തിൽ കയറി ഒരുപാട് ദൂരത്തേക്ക് എത്താൻ നമുക്കിത് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു 30 ദിവസത്തിന്റെ പട്ടിണി പോലും നമ്മൾ വലിയ അബദ്ധക്കാരായിട്ടാണ് അള്ളാഹുവിന്റെ അരികിൽ എത്തപ്പെടുക. റമദാൻ വിട പറയുമ്പോ പള്ളികൾ കാലിയാവരുത്. റമദാൻ അകന്നു പോകുമ്പോ ഒരിക്കലും നമ്മളെ ഈമാനിൽ കുറവ് വരരുത്. നേടിയെടുത്ത ആത്മവിശുദ്ധി ഹൃദയത്തോട് ചേർത്ത് നിർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കണം, നാഥാ ഈ മനസ്സിന്റെ തെളിമയോടുകൂടി എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ പറ്റണം. സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. പള്ളി ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നാദാ പട്ടിണിയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്ത് റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ദിനങ്ങൾ അവസാനിച്ചിട്ടില്ല. എല്ലാത്തിനും കൂലി ആരും കൊടുക്കുന്നത് അവസാനാണല്ലോ. എല്ലാ പണിക്കും കൂലി അവസാനമാണെങ്കിൽ ഇനിയുമുണ്ട് 2 ദിവസം, ഇനിയുമുണ്ടാകാം 3 ദിവസം. കിട്ടാവുന്ന രാവുകളിൽ, കിട്ടാവുന്ന പകലുകളിൽ തന്റെ കൂലി അവസാനം ചോദിച്ചു വാങ്ങുമ്പോ അതൊരു വമ്പിച്ച കൂലിയാക്കാൻ ഇനിയും നമുക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു ചിന്തയോടെയാവണം നമ്മൾ ജീവിക്കേണ്ടത്. ആ തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരിക്കൽ താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അതാഉസ് സലമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നല്ല പുതപ്പ് പരവതാനി നെയ്യുന്ന ഒരു പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുതപ്പിന് എല്ലാവരും നല്ല അഭിപ്രായമേ പറയാറുള്ളൂ. ഒരിക്കൽ അദ്ദേഹം സ്വയം തീരുമാനിച്ചു, എന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച്, എന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അന്ന് വരെ ഞാൻ നിർമ്മിക്കാത്ത ഒരു പുതപ്പ്, കൊത്തുപണികളാൽ, വർണ്ണങ്ങളാൽ ഒരു പുതപ്പ് നെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു.
ദിവസങ്ങളോളം അദ്ദേഹം അതിന്റെ പണിപ്പരയിലായിരുന്നു. ഭംഗിയായി അത്താഉസ്സലമി റഹ്മത്തുള്ളാഹി അലൈഹി അത് നെയ്തു. വളരെ ആവേശത്തോടുകൂടി അദ്ദേഹം ചന്തയിലെത്തി. ആ പരവതാനി അദ്ദേഹം ചന്തയിൽ ഒരു പീഠത്തിൽ വിരിച്ചു വെച്ചിട്ട് ആളുകളോട് പറഞ്ഞു, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് പേര് ആ ചന്തയിലേക്ക് കയറി വന്നു. കയറി വന്നവരൊക്കെ ആ പരവതാനി നോക്കിയിട്ട് പറഞ്ഞു, അത്താഉസ്സലമി ഇതിങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാകുകയായിരുന്നു. അത്താഉസ്സലമി ഇതിന്റെ നിറം അതായിരുന്നെങ്കിൽ, ഇവിടെ ആ നിറം വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയാകുകയായിരുന്നു. അത്താഉസ്സലമി ഇതിന്റെ അവസാനത്തെ മൊട്ടുകൾ ഉണ്ടല്ലോ, ആ മൊട്ടുകൾ ഒന്നും കൂടി ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരുന്നു. കയറി വന്ന നൂറുകണക്കിന് ആളുകൾ 100 അഭിപ്രായം പറഞ്ഞപ്പോ അദ്ദേഹം ആ പരവതാനി എടുത്ത് കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, എന്തേ അത്താഉസ്സലമി, താങ്കൾക്ക് വിഷമമായോ ഞങ്ങളുടെ വാക്കുകൾ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. പിന്നെന്തിനാ അത്താഉസ്സലമി താങ്കൾ കരഞ്ഞത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞ വാക്ക്, ഇത്രയേറെ സമയമെടുത്ത് ആത്മാർത്ഥതയോടെ ഇത്രയേറെ ത്യാഗം സഹിച്ച് ഞാൻ ചെയ്ത ഒരു വിരിപ്പിൽ ഇത്രയും കുറ്റങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ആഖിറത്തെ കുറിച്ചാണ്. ഞാൻ അധ്വാനിച്ച് ചെന്ന പല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു എന്നോട് അതിന്റെ കുറവുകളെ പറ്റി പറയുമ്പോ, ഇന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കുറവുകൾ ഒരു പക്ഷേ ഈ പരവതാനിയിൽ എനിക്ക് മാറ്റി നെയ്തെടുക്കാൻ പറ്റും. അത് പറ്റാത്ത റബ്ബിന്റെ കോടതിയിലാണ് എന്റെ അമലെന്ന പരവതാനി പടച്ച റബ്ബ് വിരിക്കുമ്പോ, അള്ളാഹു എങ്ങാനും അതല്ലെങ്കിൽ അതെങ്ങാനും ഒന്ന് കൊടയുമ്പോ എന്റെ നമസ്കാരം ഉതിർന്നു വീണ് പോയേക്കും. കാരണം നിസ്കാരത്തിൽ എനിക്ക് ഭക്തിയില്ലെങ്കിൽ, എന്റെ നോമ്പുകൾ ചിത്രപ്പണികളായ നോമ്പുകൾ ആ വിരിപ്പിൽ നിന്ന് മുതിർന്നു വീണേക്കും. എന്റെ നോമ്പുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്റെ ഒരു ചെറിയ വർക്കിൽ ഇത്രയേറെ കുറ്റം നിങ്ങൾ കാണുമ്പോ ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ. എന്റെ അമലുകൾ അള്ളാന്റെ മുൻപിൽ തുറന്നു വെക്കുമ്പോ അതെനിക്ക് ഉപകാരപ്പെടാതായി പോകുമോ? എന്റെ ഇബാദത്തുകൾക്കും കർമ്മങ്ങൾക്കും പടച്ച റബ്ബിന്റെ കുറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ണുനീരോടെ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 27 ദിവസങ്ങൾക്കിടയിൽ നമ്മളെ ഇബാദത്തുകളിൽ നമ്മൾ തുന്നിച്ചേർത്ത ഭംഗികൾ എത്രത്തോളമുണ്ട്. നമ്മൾ നെയ്തെടുത്ത ഈ പരിശുദ്ധ തഖ്വയും ഈമാനിന്റെ കരുത്തും അമലുകളുടെ ഭംഗിയും എത്രത്തോളം നമ്മളുടെ ഈമാനിന്റെ പരവതാനിയിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. അള്ളാഹു എങ്ങാനും ഒരു കൊടയിൽ കൊടഞ്ഞാൽ തെറിച്ചു പോകുന്നതായി പോകുമോ നമ്മളുടെ പരവതാനിയിലുള്ള കൊത്തുപണികൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ ഒരു തിരിച്ചറിവാണ് ഓരോ വിശ്വാസിയെയും ഓരോ റമദാനിനെ കൊണ്ട് ക്രമീകരിക്കാൻ, അവനെ കൊണ്ട് ജീവിതത്തെ പ്രേരിപ്പിക്കേണ്ടതും മനസ്സിൽ നിയ്യത്തെടുപ്പിക്കേണ്ടതും. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് ആ പരവതാനി നാശമാക്കി കളയുന്നവരുണ്ട്. പെരുന്നാളിന്റെ പുലരിയെ കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളയുന്ന വെറും വിഡ്ഢികളായ ആളുകൾ. തോന്നാത്തത് പലതും തോന്നാനും കുടിക്കാത്തത് പലത് കുടിക്കാനും ആളുകൾ തെരഞ്ഞെടുക്കുന്ന ദിവസം നാഥനെ പ്രഖ്യാപിച്ച് കൂലി വാങ്ങേണ്ട ആ അള്ളാഹുവിന്റെ ശവ്വാലിന്റെ 1 പൊന്നമ്പളി മാനത്ത് തെളിയുന്ന അന്ന് തന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു തആല നോക്കുന്നതെന്ന ചിന്തയോടുകൂടി ആ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത് വൃത്തിഹീനമായ വൃത്തികെട്ട ദുസ്വഭാവങ്ങളിലൂടെയല്ല, ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും കയറിച്ചെല്ലാൻ മടിക്കുന്ന കുടുംബത്തിലേക്ക് കയറിച്ചെന്നും കൈനീട്ടാൻ മടിക്കുന്നവന്റെ നേരെ കൈനീട്ടിയും ആശ്ലേഷിക്കാൻ മടിക്കുന്നവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നും നമുക്ക് ആ പെരുന്നാളിനെ ഭംഗിയാക്കാൻ സാധിക്കണം. നിങ്ങൾ തക്ബീർ കൊണ്ട് ആ പെരുന്നാളിനെ സന്തോഷിപ്പിക്കണം. ഏതാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാസം കണ്ടതു മുതൽ മുസല്ലയിലേക്ക് എത്തുന്നത് വരെ ആ പുതുവസ്ത്രം ധരിച്ച്, ചിലരൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മൾ കല്യാണത്തിനല്ല പുതുവസ്ത്രം വാങ്ങേണ്ടത്, പെരുന്നാളിനാ. ആഴ്ചക്ക് മാറുന്ന കല്യാണത്തിന് വാങ്ങിയിട്ടുണ്ട്, നോമ്പിന്റെ തൊട്ട് മുൻപായിരുന്നു കല്യാണം, അന്നേക്ക് വാങ്ങിയതുണ്ട് എന്ന് പറയല്ലേ. കല്യാണത്തിന് വാങ്ങിയിട്ടില്ലെങ്കിലും ആഘോഷത്തിന് വാങ്ങിയിട്ടില്ലെങ്കിലും പെരുന്നാൾ ആഘോഷത്തിന് ഒരു പുതുവസ്ത്രം ഉണ്ടാവണം, പുതുവസ്ത്രം ധരിച്ചിട്ടാവണം, പുതുവസ്ത്രത്തോടെയാവണം പള്ളിയിൽ പോകേണ്ടത്. ചിലര് പഴയത് രാവിലെ എടുത്തിടും, എന്തിനാ ബീച്ചിൽ പോകുമ്പോൾ പുതിയത്, അവിടെ കിടന്ന് മണ്ണാവാന്, എവിടേക്കെങ്കിലും പോകുമ്പം ഒന്ന് പുതിയതിടാം. അല്ല, നിങ്ങൾ പുതിയതുടുത്തിട്ടേ മുസല്ലയിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. അങ്ങനെ ആ ഒരു പരിശുദ്ധമാക്കപ്പെടുന്ന ദിനത്തെ ആ സന്തോഷത്തോടുകൂടി റബ്ബിനും സന്തോഷമാകുന്ന നിലക്ക് ആഘോഷിക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ.
അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകളുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തിൽ ജീവിക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകുകയും ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബേ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബേ. ഈ സമൂഹത്തിന് തൗഹീദിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന നിസ്വാർത്ഥരായ പല ഉലമാക്കളും പണ്ഡിതന്മാരും നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട് നാഥ. എല്ലാവർക്കും അർഹമായ കൂലി നൽകി ഓരോരുത്തരുടെയും ഖബർ ജീവിതം നീ ധന്യമാക്കി കൊടുക്കണേ റബ്ബേ. നാഥ, കടബാധ്യതയിൽപ്പെട്ട് വീട്ടാനാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. ആ ബാധ്യതകളെല്ലാം വീട്ടി ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. സാമ്പത്തിക രംഗത്ത് ഹറാമായ ലോണ് പോലെയുള്ള പലിശ ഇടപാടുകളിൽ അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബേ. എളുപ്പം ആ ലോൺ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് മുക്തമാകാനും സാമ്പത്തിക രംഗം ശുദ്ധമായി നിന്നെ കണ്ടുമുട്ടുന്ന കുടുംബത്തെ പോറ്റുന്ന നല്ല രക്ഷിതാക്കളിൽ കുടുംബങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന്, ഈ രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കെടുതിയിൽ നിന്ന് നാടിനെയും കുടുംബത്തെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഹാലഹരി എന്ന വിപത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, അപ്രതീക്ഷിതമുണ്ടാകുന്ന അപകടത്തിൽ നിന്ന്, ഏറെ ദുഃഖമനുഭവിക്കുന്ന അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണമേ. വേദനാജനകമായ പല അസുഖങ്ങളും പേരറിയാത്ത സൂക്കേടുകളിലും ഞങ്ങളിൽ നീ ഉൾപ്പെടുത്താതെ ഹലാലായ ഹക്കായ നിലക്ക് പരീക്ഷണങ്ങളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. ഈ പരിശുദ്ധ റമളാനിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി കൽബ് ശുദ്ധീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് ദാനധർമ്മങ്ങൾ കൊടുത്തവരുണ്ട് റബ്ബേ. അർഹമായ കൂലി ഇരു ലോകത്തും അവരുടെ സാമ്പത്തിക രംഗത്തും ജീവിതത്തിലും കുടുംബത്തിലും അവർക്ക് ബർക്കത്താക്കി നീ തിരിച്ചു നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم انصر لغزة. اللهم انصر لغزة. ഗസയിലടക്കം ഏറെ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഉപരോധിക്കപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ആത്യന്തികമായ വിജയത്തിലേക്ക്, ശത്രുക്കളെ പരാജയപ്പെടുത്തി അവർ പുഞ്ചിരിക്കുന്ന അങ്ങേയറ്റം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പുലരിയിലേക്ക് നീ അവർക്കും ഞങ്ങൾക്കും തൗഫീക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ സമൂഹത്തിനിടയിൽ വേർതിരിവും ഛിദ്രതയും ഉണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ചെന്നായകളിൽ നിന്ന് ഈ സമൂഹത്തെയും ഞങ്ങളുടെ വിശ്വാസത്തെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഇനിയും പരിശുദ്ധ റമളാനുകളിലേക്ക് എത്താനും നിനക്കിഷ്ടപ്പെട്ടൊരു മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാനും ഞങ്ങൾക്ക് എത്രത്തോളം നീ അനുഗ്രഹം നൽകുന്നുവോ അത്രത്തോളം നന്ദിയായി ജീവിച്ച് റമളാൻ അനുഭവിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.